നമ്മളെല്ലാവരും ആനുവൽ എക്സാമിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫിസിക്സും മാത്സും സോഷ്യലിലൊക്കെ ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ലൈവ് ക്ലാസ്സുകളിലൂടെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈസിയാണ് 9th പഠിക്കാനും അല്ലേ. പക്ഷെ ഞാൻ പറയാൻ വന്നത് 9th കുറിച്ചിട്ടല്ല, 10th കുറിച്ചിട്ടാണ്. നമുക്കറിയാം അടുത്ത നമ്മൾ വരാൻ പോകുന്നത് 10th അല്ലേ. ബോർഡ് എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഫസ്റ്റ് ബോർഡ് എക്സാം ആണ്. ബോർഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നിങ്ങളുടെ സീനിയേഴ്സിനോടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അവരൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും, എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ എല്ലാവരും നിന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 17 അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ ബേസിക്സ് പോലും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം നമുക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു പക്ഷേ നാളെ നിങ്ങളും ഈ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. 9th പക്കാ കണ്ടിന്യൂഷൻ ആയിട്ടല്ല പല സബ്ജക്റ്റുകളും 10th നിങ്ങൾക്ക് വരുന്നത്. ഫിസിക്സിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ 8th പക്കാ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 8th വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുട്ടികൾ പെട്ടെന്ന് അല്ലെ 9th കഴിഞ്ഞിട്ട് 10th പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ ബേസിക്സ് അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയാ പഠിക്കുക അല്ലെ, 9th കൂടെ തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ എവിടെ പോയി റെഫർ ചെയ്യും എന്നുള്ളൊക്കെ കാര്യം. അപ്പോൾ അതിനുള്ള ഒരു പക്കാ സൊല്യൂഷനുമായിട്ടാണ് സൈലം ഇപ്രാവശ്യം നമ്മളുടെ അസ്ത്ര ബാച്ച്, അതായത് 10th CBSE മക്കൾക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നേരത്തെ തുടങ്ങുകയാണ്. നേരത്തെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ബേസിക്സ് ഒക്കെ വളരെ സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ 9th ആനുവൽ എക്സാമിൻ്റെ മുന്നേ തന്നെ, അതായത് ഫെബ്രുവരി ഏകദേശം പകുതി ആവുന്നതോടുകൂടെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. സൂപ്പർ ബാച്ചാണ്, ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം നമ്മളുടെ എക്സാം തീരുന്നത് വരെ, അതായത് നമ്മുടെ ബോർഡ് എക്സാം തീരുന്നത് വരെ നമ്മുടെ ബാച്ച് നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ബാച്ചിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. അതായത് നിങ്ങളുടെ ആദ്യം നമ്മൾ ബേസിക്സ് ആണ് കൊടുക്കുക. ബേസിക്സ് ഒക്കെ നിങ്ങളുടെ അടിപൊളി സ്ട്രോങ് ആയതിനു ശേഷം മാത്രം നമ്മൾ ചാപ്റ്റേഴ്സിലേക്ക് പോകും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ അടുത്തടുത്ത ചാപ്റ്റേഴ്സിലേക്കൊക്കെ നമ്മൾ പോകും. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് എക്സാംസ് ഉണ്ടാകും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും, മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാകും. പിന്നെ നമുക്ക് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ബാച്ചിൽ തരും. ഓക്കെ, അടിപൊളിയാണ്. നോട്ട്സ് കിട്ടും, സ്ലൈഡ്സ് ഉണ്ടാകും, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് സൂപ്പറായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ പറയുന്നത് അസ്ത്ര ബാച്ചിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു നമ്പർ കാണാൻ പറ്റും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഈ ബാച്ചിൻ്റെ കൂടെ പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും മനസ്സിലാക്കിയും പഠിക്കാം. അപ്പോൾ നമുക്ക് അസ്ത്ര ബാച്ചിൽ കാണാം.